ആശമാരുടെ സമരത്തിൽ പരിഹാരമുണ്ടാക്കാൻ കഴിയാത്ത സർക്കാരിന് രൂക്ഷ വിമർശനമാണ് 24ാമത് പാർട്ടി കോൺഗ്രസിൽ ഏൽക്കേണ്ടി വന്നത്. 2 മാസമായിട്ടും സമരം തീർക്കാൻ സർക്കാരിനായിട്ടില്ലെന്നും ഇടതു നയത്തിന് വിരുദ്ധമാണ് പിണറായി സർക്കാരിന്റെ സമീപനമെന്നും ആന്ധ്രയിൽ നിന്നുള്ള ഡി രമാദേവി തുറന്നു പറഞ്ഞു. രാഷ്ട്രീയ പ്രമേയത്തിലെ പൊതു ചർച്ചയിലാണ് പ്രതിനിധികൾ കേരള സർക്കാരിനെ കുറ്റപ്പെടുത്തിയത്. 2 മാസമായി സെക്രട്ടേറിയറ്റിന് മുന്നിൽ തുടരുന്ന ആശാസമരം പരിഹരിക്കാൻ കഴിയാത്തത് സർക്കാരിന്റെ വീഴ്ചയാണെന്ന് തുറന്നു പറഞ്ഞു. കേരള സർക്കാരാണ് രാജ്യത്ത് ഏറ്റവും കൂടുതൽ ഓണറേറിയം നൽകുന്നതെന്നും SUCI പോലെയുള്ള സംഘടനകളാണ് സമരത്തിന് പിന്നിലെന്നും കേരളത്തിൽ നിന്നുള്ള പ്രതിനിധിയും സംസ്ഥാന കമ്മിറ്റി അംഗവുമായ TN സീമ പറഞ്ഞു. പാർട്ടി കോൺഗ്രസിൽ പലസ്തീൻ ജനതയ്ക്ക് പ്രതിനിധികൾ ഐക്യദാർഢ്യം അർപ്പിച്ചു. കഫി അണിഞ്ഞാണ് സമ്മേളനത്തിന് എല്ലാവരും എത്തിയത്. സമ്മേളന ഹാളിൽ മുദ്രാവാക്യം വിളിച്ച് പിന്തുണ അറിയിച്ചു. അതേസമയം പ്രായപരിധി നിബന്ധനയിൽ ഇളവുണ്ടാകില്ലെന്ന് പോളിറ്റ് ബ്യൂറോ അംഗമായ മുഹമ്മദ് സലീം പറഞ്ഞു. In this party congress, this is not the agenda because that we have already fixed earlier, and the age is fixed for the central committee, for the respective state committees, and of course it depends on the day when the committee will be elected. If there is any exemption, that will be discussed. കേരളത്തിനോടുള്ള കേന്ദ്രത്തിന്റെ സമീപനത്തിനെതിരെ പാർട്ടി കോൺഗ്രസ് പ്രമേയം പാസാക്കി. കേരള സർക്കാരിന്റെ നേട്ടങ്ങൾ രാജ്യവ്യാപകമായി ഉയർത്തിക്കാട്ടണം, സംസ്ഥാന സർക്കാരിന് വേണ്ടി പ്രതിരോധം തീർക്കണമെന്നും പ്രമേയത്തിൽ ആവശ്യപ്പെട്ടിട്ടുണ്ട്. കേരളത്തോട് കേന്ദ്രം കാണിക്കുന്ന ഉപരോധത്തിനെതിരെ പാർട്ടി കോൺഗ്രസ് ഒറ്റക്കെട്ടാണ്. എന്നാൽ ആശമാർ നടത്തുന്ന സമരത്തിനോട് മുഖം തിരിച്ചു നിൽക്കുന്ന സംസ്ഥാന സർക്കാരിനോട് വ്യത്യസ്ത അഭിപ്രായവും. എന്തു മാറ്റമുണ്ടാകുമെന്ന് കാത്തിരുന്ന് കാണണം. സജികുമാറിനൊപ്പം മധുരയിൽ നിന്നും AK സ്റ്റെഫിൻ, മാതൃഭൂമി ന്യൂസ്.